അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്ന് എന്തും കൊണ്ടാണ് വന്നിട്ടുള്ളതെന്നല്ലേ. നമ്മൾ ഇന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ്, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയാം. ഒരു ഡ്രൈ റോസ്റ്റാണ്, ബീഫ് ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു ബീഫ് ഡ്രൈ റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരേപോലെ തന്നെയായിരിക്കും, പെട്ടെന്ന് പണി തീരാൻ ഒക്കെ ആയിട്ട് ഒരേപോലെ തന്നെയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കാറല്ലേ. പക്ഷേ അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയാലോ എന്നൊക്കെ. അപ്പം നമ്മൾ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തും. പുതിയതായിട്ട് എന്തൊക്കെ ചേർക്കാം, ചേർക്കാതിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും അല്ലാതെയും കേട്ട് അറിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ പാരൻസിൻ്റെയൊക്കെ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ള റെസിപ്പി ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കി നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ തയ്യാറാക്കി നോക്കുന്നതാണ്. പിന്നെ ഇതിലൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബീഫ് കഴിക്കാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ബീഫ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നന്നായിട്ട് ബീഫ് കഴിക്കും കേട്ടോ. ഞാൻ ബീഫ് കൈ കൊണ്ട് തൊടൂലാത്ത ആളായിരുന്നു. എനിക്കിഷ്ടമല്ലായിരുന്നു, തൊടുന്നത് പോലും അതിൻ്റെ സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഭയങ്കര ഇറിറ്റേഷനാണ് അതിൻ്റെ സ്മെല്ലടിക്കുന്നതൊക്കെ. ഇപ്പം ഞാനാണ് വലിച്ചു വാരി കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിത് ഇവിടെ ഒരു സ്പൂണ് വലിയ ജീരകവും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ആട്ടോ വലിയ ജീരകവും അതുപോലെ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ പൗഡർ ആവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബീഫ് എടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ ഈ ചതച്ചെടുത്ത ഈ ജീരകവും വലിയ ജീരകവും കുരുമുളകും കൂടി ചതച്ചെടുത്തില്ലേ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ കുറച്ച് നമ്മൾ ആവശ്യത്തിന്. ഇത് ജസ്റ്റ് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ബീഫ് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബീഫിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് വേവിച്ചെടുക്കാം. ഓരോ ബീഫിനും ചിലതിനൊക്കെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ഒരു 10-20 ചുവന്നുള്ളി, 20-25 ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കതൊന്ന് ചതച്ചെടുക്കണം ചുവന്നുള്ളി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി വേണം. അതായത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ടേബിൾ സ്പൂണ് മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കുക. റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ബീഫ് വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പൊക്കെ ഇട്ടതാണ്, പക്ഷേ മസാലയൊക്കെ ചെല്ലുമ്പോൾ ഉപ്പിൻ്റെ ഇത്തിരി കുറവ് വരും. അപ്പോൾ നമ്മൾ പിന്നീട് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളം ഏകദേശമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റൗ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബീഫ് നമ്മൾ അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് ഇവിടെ ചെറിയൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കോക്കനട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോക്കനട്ട് ഫ്രൈ ചെയ്തിട്ട് ബീഫിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടില്ലായിരിക്കും. അപ്പോൾ അവർക്കിത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത കോക്കനട്ട് ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ ഞാൻ മറന്നു പോയതായിരുന്നു മല്ലിയില ഇട്ട് കൊടുക്കാൻ. അതും തന്നെ ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. കാരണം അതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും മല്ലിയില നിർബന്ധമാണ്. അപ്പോൾ ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ അടച്ച് വെക്കാതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന്, അതായത് ബീഫ് ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി മുറുകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ അങ്ങനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ മസാല തേച്ചില്ലേ, സാധാരണ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. നേരിട്ട് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുക മാത്രമല്ലേ നമ്മൾ ചെയ്യാറുള്ളത് ബീഫ്. അപ്പോൾ അതിന് പകരം ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയതാണ്. കുറച്ച് കുരുമുളകും വലിയ ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാം അല്ലേ. കുറച്ച് സവാള ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയിലൊക്കെ ചുമ്മാ വെച്ചതാണ്, ഇച്ചിരി ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സവാള നല്ലതാട്ടോ. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ സവാള കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ചിലർക്ക്, മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ഉണ്ടായിക്കോട്ടെ, സവാള നല്ലതാണ്. അതുപോലെ നമുക്ക് ഒരു ചെറുനാരങ്ങ കൂടി കട്ട് ചെയ്ത് വെക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്താൽ മതി, ചെറുനാരങ്ങേൻ്റെത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കഴിക്കുമ്പം അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ സ്കിപ്പ് ചെയ്യാം. ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലതാണ്, ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് എന്താ പറയുക, ലാവിഷാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും വരാം. ഇങ്ങനെ ഒരുപാട് വീഡിയോസ്, ഇത് കുറേ നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് എഡിറ്റിങ്ങും ചെയ്ത് ഏകദേശം കഴിഞ്ഞതായിരുന്നു. പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഞാനതൊന്ന് എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ. ഇത് ഇപ്പോഴൊന്നും അല്ല, അത് ഉണ്ടാക്കി ഏകദേശം റെഡി ആയത് മുതൽ തന്നെ നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് കുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ എന്നെപ്പോലെ ബീഫ് കഴിക്കാൻ ഇഷ്ടമല്ലാതെ പിന്നീട് കഴിച്ചു തുടങ്ങിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒട്ടും ബീഫ് കഴിക്കില്ലായിരുന്നു. എനിക്ക് അത് തൊടുന്നതോ കാണുന്നതോ പോലും ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ സ്മെല്ല്, ബീഫ് വേവിക്കുന്ന സ്മെല്ല് ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബീഫ് ഞാൻ തന്നെ കട്ട് ചെയ്യും, ഞാൻ തന്നെ എന്താ പറയുക എല്ലാ പണികളും എടുക്കും, ഞാൻ തന്നെ കഴിക്കും. അത്രയും എന്താ പറയുക, അത്രയും ഇഷ്ടമാണ്. പക്ഷേ ചില സ്ഥലത്തൊന്നും പോയി നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടാറില്ല. ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ എന്നെ സ്വയം പൊക്കി പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് 100 അല്ല 110% ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.